അടുത്ത ഭീമസേന തൂക്കി ചിരിച്ചിരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ഒരു ചിരി നമുക്ക് ഒരു ദുഃഖത്തിലോട്ട് വരണതാണ്. വെണ്ണില ചന്ദനക്കിണ്ണം മുങ്ങിപ്പോയി. ഹേ ഗൈസ്, അപ്പൊ സത്യം പറഞ്ഞ ആദ്യം തന്നെ എവിടെ എങ്ങനെ തുടങ്ങണോന്നൊന്നും അറിയണം. നമ്മളെ ചാനൽ അപ്ലോഡ് ആക്കണ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. അപ്പൊ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ അമ്മച്ചി മരിച്ചിട്ട് 3 വർഷമായി. അപ്പം 3 വർഷം. അപ്പൊ അതിന്റെ ചെറിയ രീതിക്കുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറച്ച് കസിൻസ് ഉണ്ട്. അപ്പം എല്ലാരുമായിട്ട് സിബ്ലിങ്സ് ഉണ്ട്. അപ്പൊ എല്ലാരുമായിട്ട് വന്ന് മാമന്റെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ വെച്ച് അങ്ങനെ ഒരു വൈബാണ്. അപ്പൊ നമ്മള് ചെന്നാ പിന്നെ അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന്. അപ്പം പറവല്ലോ പോവാം, നമുക്കത് കാണാം. വെറുതെ സംസാരിച്ച് അതായിരിക്കും നല്ല. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മച്ചിയുടെ ഫോട്ടോ. നമ്മൾ രാവിലെ മാലയും പൂവൊക്കെ ഇട്ട് മെയിൻ ആളിപ്പ വരും. ഇത് നമ്മുടെ ചേച്ചിയുടെ വാവയാണ്. നമ്മളെ കുടുംബത്തിലെ അവസാനത്തെ ലാസ്റ്റ് കുട്ടി. അല്ല ഇനിയും വരും. ലാസ്റ്റത്തെ ഇപ്പോഴത്തെ ലാസ്റ്റത്തെ കുട്ടിയാണ്. അവർക്ക് അപ്പൊ ഇവിടെ എല്ലാരും ഓരോരോ പണിയിലൊക്കെ ആയിട്ടാണ്. അപ്പൊ നല്ല തിരക്കുണ്ട് ഇവിടെ എല്ലാരും. അപ്പൊ നമുക്ക് എല്ലാരും പോയി കാണാം. ഹലോ. അപ്പൊ ഇവിടെ എല്ലാരും കുക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് അതൊക്കെ പോയി ഒന്ന് നോക്കാം. ഇങ്ങോട്ട് നിക്കണ്ട, അധികം നല്ലല്ല, പുക വരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മള് കടയിൽ പോകാൻ പൈസ കിട്ടിയില്ല ഗൈസ്. നമ്മൾ പൈസ കിട്ടിയില്ല ഗൈസ്. പൈസ ഇനി കടയിൽ പോയി സാധനം വാങ്ങിച്ച് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. ഞം. ഹലോ, എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? മൈക്ക് പറ. ഇൻട്രോവേർട്ട് ഗൈസ്, ഇവിടെ എല്ലാരും ഇൻട്രോവേർട്ട് ആണ്. പറ, എന്താണ് പറയാനുള്ളത്? നിനക്ക് സുഖം തന്നെ? സുഖം. കഴിച്ചു. നമുക്ക് പോവാം. ശരിയാവില്ല. ഇവരെല്ലാരും ഇൻട്രോവേർട്ട്. നമ്മളടുത്ത് കിച്ചണിലോട്ട് പോവാം. നമുക്ക് അവിടെ എന്തൊക്കെ പാടം നോക്കാം. വലിയമ്മ പച്ചടി വെച്ചോണ്ടിരിക്കുന്നു. ഇനി പരിപ്പ് കറിയായി. ഇനി അടുത്ത ഇറച്ചി സാമ്പാർ വെച്ചു. സാമ്പാർ അവിടെ പാചകം ചെയ്തോണ്ടിരിക്കുന്നു. എല്ലാം കോമഡിയാക്കി. അടുത്തത് വെച്ചു. അവിയൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വലിയമ്മ മാത്രമേ നമുക്കൊരു അരി വടിക്കാൻ പോണം. വേറെ എന്തിനൊക്കെ പായസം, അട പായസം, അതെ, ചവോര്, ശർക്കര, തേങ്ങാപ്പാല് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഞാൻ വയ്ക്കുമ്പോ മതി എല്ലാം വലിയമ്മ വെക്കണേ. വലിയമ്മ വെച്ചോണ്ടോ? ചിലപ്പോ ഞാൻ തന്നെ വലിയമ്മ വെക്കുമെങ്കിൽ നമ്മൾ വരണയാണ്. വലിയമ്മ എല്ലാവർക്കും റെസിപ്പി പറഞ്ഞുതരും. ഗൈസ് ഇവിടെ നല്ല തിരക്കുണ്ട്, ഭയങ്കര റഷാണ് ഇവിടെ. അവിടെ മീനാണ് ഗൈസ് റെഡിയാക്കുന്നത്. കേരച്ചൂരയാണ്. കേരച്ചൂര കേരച്ചൂര എങ്ങനെയാണ്? നല്ല മീനാണോ? കൊള്ളാം, നല്ല മീന്, ഐസില്ല, ഫ്രഷ്. നമ്മളിപ്പൊ കടലിൽ നിന്ന് പിടിച്ചില്ല. ഇത് എന്റെ അച്ഛൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഒരു സപ്പോർട്ടീവ് മനുഷ്യനാണ്. പറയൂ. വെള്ളാടി സപ്പോർട്ട് ഇതായിരിക്കും. വേണ്ട, ഇത് സെൻസർ കട്ട്. ഇതാണ് ട്രെൻഡി ഗേൾ. ഇതാണ് ജെൻസി മോം. ഇന്ന് അമ്മയുടെ ആണ്ടായിട്ട് കരയുള്ള സമയത്ത് ഇവിടെ എല്ലാരും ചിരിച്ചോണ്ടിരിക്കും. വേണ്ട, 3 വർഷം തികയാണ്. എന്നിട്ട് എല്ലാരും അവിച്ച തിന്നോണ്ടിരിക്കുകയാണ്.
ഒന്ന് ആരെങ്കിലും കരയണം നിങ്ങൾ കണ്ടോ? ആരും കണ്ടില്ല. അവർക്കൊക്കെ സ്വർഗം ഇല്ല. 3 വർഷം ആയതേ ഉള്ളൂ. അവച്ചോറൊക്കെ എല്ലാരും ഒത്തൊരുമായിട്ട് തിന്നെയാണ്. ഇല്ലെന്ന് ഉച്ചയാകുമ്പോഴേ വീട്ടിലേക്ക് ഇപ്പോഴും എല്ലാവരും ആക്കി നിൽക്കുകയാണ്. വേറെ ഒന്നുമില്ല. കഴി അടുപ്പ് വെക്കുന്ന അടുത്ത് കൂട്ടാൻ വെക്കുമ്പോ അടുത്ത വലിയമ്മയുടെ പായസം വെക്കുമ്പോ വരും. അങ്ങനെ നമ്മളെ എന്താണ് നമ്മളെ കുടുംബത്തിലെ ഒരു ജോലിക്കാരൻ വന്നിട്ടുണ്ട്. വല്ല പറയാൻ ഒന്നും പറയാനില്ല. ഇങ്ങനെ സിഗ്മയാവല്ല്, കുറച്ച് ഇതാവണം. ഡിപ്രഷൻ. പാവത്തിന് എന്തിന് വെണ്ണില ചന്ദനം കിണ്ണം പോലെ പോയി. വെണ്ണില ചന്ദന കിണ്ണം മുങ്ങിപ്പോയി. ഡിപ്രഷനിലാണ്. അടുത്ത് നമുക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെസിപ്പി ആൻഡ് അതിന്റെ ഉണ്ടാക്കിയ ആളുടെ അടുത്ത് തിളക്കുന്ന പായസമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിളക്കുന്ന പായസം ഇതിപ്പോ നിങ്ങൾ മുഴുവൻ എടുത്ത എങ്ങനെ ഞാൻ പറയും. വാർന്ന ഇട്ടപ്പം വരാത്തത് നമുക്ക് അടുത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അട വേവിക്കും. വേവിച്ച് കോരി വെച്ചിട്ട് അരിവട്ടിയിൽ ഇട്ടിട്ട് അടുത്ത് തല്ലി എടുത്തണ്ട തല്ലി പിന്നെ അട വേവിച്ച് കോരി വെച്ചിട്ട് രണ്ടാമത് പിന്നെ തട്ട് തേങ്ങ പിന്നെ ശർക്കരയൊക്കെ വീത്തി പാവി അയച്ച് വെച്ചിട്ട് പിന്നെ അരിച്ച് വീത്തിട്ട് അട തട്ടും. അട തട്ടിയിട്ട് പിന്നെ രണ്ടാമത്തെ പാല് വിത്തും. ഗൈസ് ആ വീഡിയോ ആ പായസം കാണുമ്പോ തന്നെ അറിയാം അതിന്റെ മധുരം എത്രയാണെന്ന്. ഗൈസ് പായസമാണ്. ഇതെത്ര കൂടാടാ കാണിച്ചാ? 2 കൂടെ 5 കൂടിന് 2 ശർക്കര 2 കിലോ. പായസം നമ്മളെ കരയിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. റെഡി ആയി വരൂ ഗൈസ്. ഏലക്ക ഇട്ട് ഇതൊക്കെ വേവിച്ച് വെച്ചിട്ട് കടു തളിച്ച് ഇത് നെയ്യൊക്കെ അതിടല്ലേ നെയ്യൊക്കെ വീട്ടിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് തേങ്ങ, രണ്ടാമത് അല്ലാതെ ഇത് അണ്ടിപ്പരിപ്പ്, മൂന്നാമത് മുന്തിരിപ്പഴം ഇട്ട് എല്ലാം കൂടെ ഇട്ട് കുഴച്ച് കിണ്ടി പറക്കി എടുക്കണം. വില്ലേജ് തുടങ്ങിയാലോ? നമുക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ? ഇന്നത്തെ പരിപാടി പായസമാണ് ഗൈസ്. പായസം വലിയമ്മ കുറച്ചുകൂടെ വയസ്സായിട്ട് നമ്മള് കുക്കിംഗ് ചാനൽ തുടങ്ങും. അതിന് ചട്ടിയും പെട്ടിയും എല്ലാം അതെ. പ്രാരാബ്ദങ്ങൾ തീർന്നാലേ അത് തുടങ്ങാൻ പറ്റും. അതേനെ ഗൈസ്, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. ഇവിടെ പറ്റത്തില്ല. അതെവിടെ നമ്മുടെ ബൈ ബൈ. ഓ ഓക്കെ. വാഴ കൊണ്ടുവരുന്ന അശ്വയിച്ചി. ഗൈസ് വാഴയില കൊണ്ടുവരുന്ന അശ്വയിച്ചി ഇവിടെ മനസ്സോടെ ജോലി ചെയ്യുന്ന ഒരേ ഒരു ചേച്ചിയാണ് ഗൈസ്. തുമ്പലെന്നെ പറയാവൂ. കുഴപ്പമില്ല, വാഴയില. നമ്മൾ അടുത്ത് ഇവിടെ ഫുഡൊക്കെ റെഡിയായി. ഇനി എന്താ ചെയ്യണമല്ലോ? ഫുഡ് കഴിച്ച അമ്മച്ചിക്ക് കൊടുക്കണം. വീറ്റ് വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അതൊക്കെ കാണാം. അതിപ്പോ ഉണ്ടോ? അതിപ്പോ ഇല്ല. അപ്പൊ എപ്പ കുഞ്ഞമ്മ എപ്പ വീട്ടിൽ വെക്കണം? ആ വിളക്കൊക്കെ ഒരുക്കാൻ സമയം കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പായസം അടുപ്പിയിരിക്കുന്നു, മീൻ അടുപ്പിയിരിക്കുന്നു, മരിച്ചിരി അടുപ്പിയിരിക്കുന്നു. സമയം 1:15 1:30 റെഡി ആവും എല്ലാം കൂടെ. കഴിക്കുന്ന വീഡിയോ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടല്ലോ. അമ്മച്ചി കഴിക്കുന്ന വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. ചിലപ്പം കാണാതിരിക്കും, ചിലപ്പം കാണാൻ അത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഫോണല്ല ഗൈസ്, അതുകൊണ്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് അതൊക്കെ കാണാം. അത് കുറച്ച് സമയം എടുക്കും. എല്ലാരും വരാൻ ഭയങ്കര നേരത്തെയാണ്. എല്ലാം വളരെ നേരത്തെയാണ്. ഞങ്ങളെല്ലാം നേരത്തെ വന്ന് ഒരു 12 മണിക്ക് വന്നോണ്ട് എല്ലാം ഇപ്പൊ തീരും. വേണ്ട അടുത്ത ഭീമസേനം തൂക്കി ഓട് കൊടു കൊടു.
ഒരു മൈക്ക് അവിടെ നമ്മുടെ ഭീമനെ പോലെയാണ്. അമ്മച്ചി മിസ് ചെയ്യാണ്. എല്ലാവർക്കും അമ്മമാരുണ്ട്, നമ്മക്ക് മാത്രം അമ്മച്ചി. അമ്മ ഇരുന്നപ്പോ നിങ്ങൾ ഒന്നും തന്നില്ല. 100 രൂപയായിട്ടാണ് തന്നത്. ഗൈസ് ഇതൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കത്തുള്ളൂ. വെറൈറ്റി ആണ്. അതായത് നിനക്ക് 1000 രൂപ തരുമ്പോ അമ്പലച്ചിക്ക് 2000 രൂപ കൊടുക്കാൻ ഈ സാമാനം ഗൈസ് നമുക്ക് ഒരിടത്ത് ഇരുന്ന് കാണാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വൈലന്റ് ആവും. അങ്ങനെ നമ്മള് ഫുഡൊക്കെ സെറ്റ് ആക്കി. ഇനി അകത്ത് പോയാ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ നമ്മളെല്ലാരും ചീത്ത വിളിക്കും ഗൈസ്. നല്ല വഴക്ക് കിട്ടും. ഞങ്ങളെ ജീവൻ പണയം വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഇലയിട്ട് ചെയ്യാൻ പോയാണ്. അതിന്റെ ഇടയിൽ ഒരു അഗ്രിക സ്ഥലമില്ലേ? ഇപ്പൊ കേറിയ യുദ്ധമാണ്, നോക്കി മാറും. ഗൈസ് നമ്മളിപ്പം പവിയുടെ വീട്ടിൽ വന്നാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ 4 വർഷം മുമ്പ് നടന്ന ഒരു കല്യാണത്തിന്റെ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത്. ഇതാണ് വെഡിങ് ഗേൾ, ബ്രൈഡ്. അപ്പൊ നമ്മള് കണ്ടിട്ട് വരാം. ബൈ. കണ്ട അതിന്റെ തല അനക്കണില്ല, അതിന്റെ മേക്കപ്പ് പോവോ? അത് മാല ഒരു വീഴോ? അതാണെന്നോ കാറ്റിൽ നോക്കി. ആനങ്ങണില്ല, ആനങ്ങണില്ല. ഗൈസ് അപ്പൊ കല്യാണ വീഡിയോ കണ്ടു കഴിഞ്ഞു. എന്താണ് അഭിപ്രായം? എന്താണ് അഭിപ്രായം? ഈ കല്യാണ വീഡിയോ എനിക്ക് ഒന്നും കൂടെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ തല വന്നിട്ട് ഇവിടെ അനക്കില്ല, ഇവിടെ ഷോൾഡർ അന്ന് വേദനയായിരുന്നു തോന്നുന്നു. തല ഇങ്ങനെയാണ്. കല്യാണത്തിന് പ്രതിമയാണ് പോയി നിന്ന ചേച്ചിയല്ല ഇങ്ങനെ ഒന്ന് നിൽക്കുമ്പോ. കല്യാണം എന്ന് ചോദിച്ചാൽ അല്ല, ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കെട്ടിയത്. പക്ഷെ അതിൽ നിൽക്കുന്നത് കണ്ടിട്ട് തോന്നും ഇഷ്ടപ്പെടാതെ കെട്ട ആരും നിർബന്ധിച്ച് കൊണ്ട് ഒരുക്കി നിർത്തിയ ഒരു പ്രതിമ പോലെയാണ് ഞാൻ അതിലിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ വീഡിയോ. നിങ്ങൾ കേൾക്കണം, കല്യാണ പെണ്ണാണ് പറയണത്. സ്വന്തം കുറ്റം. ആംഗ്രിമായിട്ടിരുന്നവരാണ് ഇരുന്നത്. കൂടെ കെട്ടാൻ പറ്റി ഇങ്ങനെ ചിരിച്ചോണ്ട് എല്ലാത്തില് കെട്ടുമ്പോൾ ഇങ്ങനെ ചിരിച്ചേ. ഇങ്ങനെ അവസാനിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാരും അവരുടെ കല്യാണത്തിന് മാക്സിമം ചിരിക്കാൻ നോക്കുക. പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഞാൻ പറയുകയാണ്, മാക്സിമം എല്ലാവരും ചിരിക്കാൻ വേണ്ടി നോക്കുക. ചിരിക്കാൻ വേണ്ടി കല്യാണത്തിന് എപ്പോഴും നമ്മുടെ ഫോട്ടോഗ്രാഫർ ബാക്കിൽ നിന്ന് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ. അതുപോലെ തന്നെ കസിൻസ് രണ്ട് കോൽ എന്റെ ബാക്കിൽ രണ്ടുണ്ടായിരുന്നു. വയലറ്റ് കോലുണ്ടായിരുന്നു. കണ്ണ് കിട്ടാതിരിക്കാൻ പാടത്ത് വയ്ക്കത്തില്ലേ കോലം, അതേപോലത്തെ 2 പേരാണ് ക്യാമറാമാൻ ഇതാ നിൽക്കുന്നവര്. പിന്നെ ബ്രൈഡ് മെയ്ഡ്സിന്റെ ശ്രദ്ധയ്ക്ക് വീഡിയോയില് കിട്ടണമെങ്കിൽ ബ്രൈഡിന്റെ ബാക്കിൽ നിന്ന് നടന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെ പോലെ ഇങ്ങനെ ഇരിക്കാം 3G ആയി. കിട്ടിയില്ല, ആർക്കും ഒരു നല്ല വീഡിയോ കിട്ടിയിട്ടില്ല. ഒരാള് സെറ്റ് സാരി എടുത്ത് കോവിലിന് പോകാൻ വന്നതായിരുന്നു, എന്നിട്ട് തല ചൊറിഞ്ഞോണ്ടാണ് നിന്നത്. ഞാൻ അടുത്ത കല്യാണം അടിച്ചു പൊളിക്കും. ഈ കുട്ടിയുടെ കല്യാണം, അടുത്ത കല്യാണത്തിന് നമ്മൾ തന്നെ മെയിന്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു ഗൈസ്. തീർന്നില്ലേ? ഇനിയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി ബ്രേക്ക് അല്ലേ? അങ്ങ് പോയിട്ട് ടാറ്റാ ഗൈസ്. അപ്പൊ ഈവനിങ് ടൈം ആണ്. അപ്പൊ ഇപ്പം ചായ ടൈം. ഓക്കെ, ചായ വിളമ്പുന്നത് നമ്മുടെ മാമിയാണ്. ചായ വേണമെന്നുള്ളവരടുത്ത് കുടിക്കുക. ചായ കുടിക്കുന്നത് ചേച്ചി. Guys, this is called mixture. Okay, This is called നമ്മൾ ഒളിപ്പിച്ച് വെച്ച ചിപ്സ്.
എല്ലാരും ലൈക്ക് ചെയ്യണം, കാണുകയും ചെയ്യണം. സബ്സ്ക്രൈബ് പറയാറുണ്ട്. സബ്സ്ക്രൈബ് പറയാം. അളിയമ്മയ്ക്ക് വേണ്ടി എല്ലാരും കാണണം. ഇനി കൊറേ റെസിപ്പി വീഡിയോ അത് വരും, പയ്യെ വരും. ചുരിദാറൊക്കെ ഇട്ടിട്ടൊക്കെ വരുന്നതാണ്. ഗായ്സ് പാറു ഊക്ക് വാങ്ങാൻ വേണ്ടി നടക്കുകയാണ്. ഗായ്സ് നമ്മൾ ഇനി വലിയമ്മയ്ക്ക് വേണ്ടി ഒരു എന്തിന് ഒരു കോമഡിക്കാറ് ഞാൻ കണ്ടോണ്ടിരുന്ന അപ്പൊ ഇവിടെ എത്തി ഒരു കുടവും വെച്ചാണ്ട് ഒരു പച്ച കിണറ്റിന്റെ അരിയെ കിടന്നോണ്ട് ഞാൻ ഇവിടെ നാടിനുണ്ട്. അപ്പൊ ഗായ്സ് ഇപ്പൊ ചായ കുടിക്കാൻ പോകുന്നു. ഈവനിങ് രണ്ടുപേരാണ് ഈ മൈക്ക് തന്നത്. അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് ഇനി എന്താന്ന് വെച്ചാ ഇനി എന്തോന്ന് നെക്സ്റ്റ് പരിപാടി എന്താണ് കല്ലറ പോകുക, മുഴുത്തിരി കൊളുത്തും, തിരി കൊളുത്തുക, വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോവുക. ഗൈസ് ഇതൊക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ കുടുംബം എത്ര ആത്മാർത്ഥതയും സൗഭാഗ്യം എന്ന് പറഞ്ഞ കുടുംബമാണെന്ന്. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കുടുംബം കിട്ടാൻ അമ്പിളി മാമി ഞാൻ 5-6 ദിവസം ആകുമ്പോ അടിച്ചു പിടിക്കാൻ. ഗൈസ് ഇതൊക്കെ ചുമ്മാ പറയണാണ്. ഞങ്ങളെ പുറമേന്ന് കാണുമ്പോ തന്നെ ഇങ്ങനെ നമ്മള് അകത്ത് ഭയങ്കര സൗഹൃദവും സ്വത്തൊരുമയൊക്കെയാണ് അല്ലേ അമ്പിളി മാമി? അപ്പൊ ചായ കുടിച്ചിട്ട് കാണാം. സബ്സ്ക്രൈബ് നമ്മളിപ്പോ അമ്മച്ചിയുടെ കല്ലറയിൽ പോവുകയാണ്. നമ്മൾ കുറെ താണ്ടിയാണ് പോകേണ്ടത്. ചാണകം താണ്ടണം. ഇവിടെ മൊത്തം ഫാമാണ്. പശു കുറെ കുട്ടി പശു ഉണ്ട്, കുട്ടി മാടുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ട്. ബിസിനസ്. പിന്നെ ചാണകമുണ്ട്. നമ്മൾ ചവിട്ടാതെ സൂക്ഷിച്ചാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചാണകത്ത് ചവിട്ടിപ്പോകും. അങ്ങനെ നമ്മൾ കല്ലറയിൽ എത്തി ഗൈസ്. യെസ്, നമ്മൾ കല്ലറയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതെന്താ തെങ്ങ് മറിഞ്ഞു? തെങ്ങ് അത് മീരല്ല അന്ന് വെച്ചത് കുഴിയിൽ വെച്ചില്ല. ഇനി ഇളക്കി എന്തോ വയ്ക്കണമെന്ന് പറഞ്ഞു നമ്മളടുത്ത്. ഇതിനെന്താ പ്രശ്നം? എന്താ ഇല്ല എട്. ഇതാണ് നമ്മളെ കല്ലറ. പറയട്ടെ, എടുത്താ ഗൈസ്. ഇതാണ് നമ്മളെ കല്ലറ. അമ്മച്ചി വലിയമ്മേ ഇത് അമ്മച്ചിയുടെ കല്ലറ. അമ്മ പറയോ ഇതാരാ കല്ലറ? ഇത് അമ്മേരാ. 7 മക്കളെ അമ്മ എന്ന് പറ. 7 മക്കളെ. ഇത് കത്തണില്ല. 8 പോയി. അപ്പൊ ഇവിടെ എല്ലാരും മെഴുകുത്തിരി കത്തിക്കുവാണ്. ഈ ഫോൺ ഇവിടെ വെക്കണേ. അയ്യോ, ഇവിടെ ഭയങ്കര കാറ്റ്, അതുകൊണ്ട് മെഴുകുത്തിരി കത്തണില്ല. പക്ഷെ കൊള്ളാല്ലേ, ഇവിടെ നല്ല വൈബ് ഉണ്ട്. നമുക്കിനി ഓരോ മെഴുകുതിരിയായിട്ട് എടുക്കാം. മഞ്ജു കോണ്ടന്റ് ക്രിയേറ്റർ, നീ ചുമ്മാ തുടങ്ങി അങ്ങോട്ട്. മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞോ. മെഴുകുതിരി എടുത്തിട്ടുണ്ട് ഞങ്ങൾ. നമുക്കത് കത്തിക്കാം. അപ്പൊ ഞാൻ കത്തിക്കാൻ പോണു. ഇത് അവിടെ വൈ, ഞാൻ അവിടെ വെച്ചു ഫോൺ. ഇങ്ങ വാ. നെല്ല് നമ്മൾ റിച്വൽസ് കത്തിക്കുന്നുണ്ട്. മെഴുകുതിരി കത്തിക്കുന്നത് മുത്തശ്ശിയുടെ. അവന് ബുദ്ധിയുണ്ട്. മെഴുകുതിരി അവിടെ ഞങ്ങൾ വരുന്നതായിരിക്കും. റിച്ചൂസ്, നിനക്ക് എന്താണ് പറയാനുള്ളത്? ആ മെഴുകുതിരി എടുക്കണ്ട.
ഹായ്. ഗൈസ് അപ്പൊ നമ്മള് ഓരോന്നോരോന്നായിട്ട് ഇതാ അങ്ങോട്ട് നീങ്ങി നിക്കണം, പൊള്ളരുത്. ചന്തിയും മൂലം അതൊന്ന് വെച്ചിട്ട് പറയോ. രണ്ട് മൈക്കും എന്റെ കയ്യിലാണ് ഗൈസ്. അപ്പൊ നമുക്ക് കത്തിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ് അപ്പൊ എല്ലാം ഇവിടെ കത്തിച്ച് കഴിഞ്ഞു. ഗൈസ് കത്തിച്ച് കഴിഞ്ഞു. റിച്ചൂസ് എല്ലാം അപ്പച്ചനാണ് വെച്ചു കൊടുക്കുന്നത്. അവൻ അപ്പച്ചനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പച്ചൻ ഒരുപാടായപ്പോൾ അണയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മള് കത്തിക്കുന്നതിനനുസരിച്ച് അത് അണഞ്ഞോണ്ടിരിക്കുന്നു. ഇവിടെ ഭയങ്കര കാറ്റ് ഗൈസ്. കാറ്റായോണ്ടാണ് എല്ലാം അണഞ്ഞണഞ്ഞു പോണത്. എടുക്കണല്ലോ ഗൈസ്. അടുത്ത സ്നാക്സ് ആണ് ഇത്. വേറെ വലിയമ്മയുടെ വീട്. വലിയമ്മനെ കാണിച്ചു കൊടുക്കൂ. മാമി. മാമി. എനിക്ക് വലിയമ്മ, അവർക്ക് മാമി. ഗൈസ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് കുറെ തിന്നാൻ കിട്ടും ഗൈസ്. അതാണ് ബെനിഫിറ്റ്. കുഞ്ഞമ്മ ബിസിയാണ്. അപ്പം അടുത്ത് നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. ചായ അല്ല, തേല. വിജയം ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു, സത്യം പറഞ്ഞ. കുറച്ച് നേരം കൊണ്ടുപോയി രാവിലെ കുറച്ച് ഒരു അരമണിക്കൂർ, ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഇപ്പൊ ഇതാവും. എങ്ങനെയായിരുന്നു നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ. വളരെ മനോഹരമായിരുന്നു. പറയൂ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഇല്ലാത്ത കുറവ് നിങ്ങൾ എന്തെല്ലാം അവിടെ കാണിച്ചു? കുഞ്ഞമ്മല്ലാത്ത കുറവ് വളരെ കുറവായിരുന്നു. വളരെ കുറവായിരുന്നു. ഉണ്ടായിരുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഇനി അടുത്ത് എന്താണ്? ഓണം. ഇനി ഓണം. ഓണത്തിന് നമ്മൾ ഡാൻസ് ഉണ്ട്. ഓണത്തിന് ഡാൻസ് ഉണ്ട്. അതുപോലെ ഇതേപോലത്തെ ഫാമിലി എല്ലാരും ഓണത്തിന് കിടിലായിട്ട് സീനായിരിക്കും, സെറ്റ് ആയിരിക്കും. അടി ഉണ്ടാവാതിരുന്ന സെറ്റ് ആയിരിക്കും. കേട്ടല്ല? അടി ഉണ്ടായാൽ വളരെയധികം ഇനി അപ്പൊ ഇതേപോലത്തെ അതേപോലത്തെ വീഡിയോസ് ആണ് ഞങ്ങൾ വീണ്ടും ഫാമിലി വീഡിയോസ് ആയിട്ട് കൂടുതൽ വരണം. അപ്പം എല്ലാവരും സൈനിങ് ഔട്ട്.